എനിക്കൊരു വാഹനത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടെയിൽ ഗേറ്റിൻ്റെ ഭാഗത്താണ്. എനിക്കൊരു ക്യൂട്ടായിട്ട് നിൽക്കുന്ന സ്പോയിലർ നിൽക്കുന്നു. അതിനകത്തൊരു ക്രോം ഫിറ്റിങ്സ് ഒന്ന് താഴെ ഭാഗത്തൊരു ക്രോം ഫിറ്റിങ്സ്, അതിനകത്ത് നല്ല ഭംഗിയുള്ളൊരു ടെയിൽ ലാമ്പ്. ആ ഒരു ടെയിൽ ഗേറ്റിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അതിമനോഹരം എന്ന് പറയാൻ പറ്റും. വെറും 33,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള 2013 മോഡലിൽ നിൽക്കുന്ന ഒരു എത്തിയോസ് GV പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. ഇനി നേരെ ടെയിൽ ഗേറ്റിൻ്റെ ഭാഗത്ത് സൈഡ് പ്രൊഫൈലിലേക്ക് വരണമെങ്കിൽ നല്ലൊരു കിഡിലെ അലോയ്സ് കമ്പനി ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സൈഡിൽ റണ്ണിങ് ബോട്ടും അത് സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഡോറിനകത്ത് ബീഡിങ്, അതേപോലെ ഡോർ ഹാൻഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു ക്രോം ഫിറ്റിങ്സ്, പിന്നെ അതേപോലെ റെയിൻ ഗാർഡിൻ്റെ ഭാഗത്ത് ക്രോം ഫിറ്റിങ്സ് ഒക്കെ വന്നതോടെ സൈഡ് പ്രൊഫൈലിൽ നിന്നുള്ള ഒരു വ്യൂ നമുക്ക് ആ ബാക്കിൽ നിന്ന് കിട്ടുന്ന അതേ മനോഹാരിത ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ നിന്ന് കിട്ടുന്നു. പിന്നെ ആ ഒരു ക്യൂട്ടായിട്ട് നിൽക്കുന്ന ഒരു പിന്നെ ഇൻഡിക്കേഷനും അത് അടങ്ങിയിട്ടുള്ള ആ ഒരു മിറർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി നേരെ സൈഡ് പ്രൊഫൈലിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ വാഹനങ്ങളിൽ എത്തിയോസിലൊക്കെ കണ്ടുപോലെ തന്നെ ഫേസ് തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ അത്ര എനിക്ക് ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ സൈഡ് പ്രൊഫൈലിനും ആ ഒരു ബാക്ക് പ്രൊഫൈലിൽ നിൽക്കുന്ന ആ ഒരു ടെയിൽ ഗേറ്റിൻ്റെ ഭാഗത്തൊക്കെ അതിമനോഹരമായിട്ടുള്ള വളരെ ലോ കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള 33,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന KL07 എറണാകുളം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന പെട്രോൾ ഒരു 13 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നല്ല ഇൻറ്റീരിയർ സ്പേസുള്ള നല്ല യാത്രാ കംഫർട്ടുള്ള ഒരു അടിപൊളി സെഡാൻ സെഗ്മെൻറ്റ് വാഹനം. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ D ടൈപ്പ് സ്റ്റിയറിംഗ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഡോർ പാടലക്കാർ വുഡൻ ഫിനിഷിംഗ് വന്നിട്ടുണ്ട്. പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഹാഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നു, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നു, സെൻട്രൽ ലോക്കിംഗ് വരുന്നു, എയർ ബാഗ് വരുന്നു, ABS വരുന്നു. ഒരു വാഹനപ്രേമിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണോ ബേസിക്കലി ഫീച്ചേഴ്സ് വേണ്ടത് അതെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് ടയോട്ട ഇൻബിൽഡ് ആയിട്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള സെഡാൻ സെഗ്മെന്റിൽ നിൽക്കുന്ന അത്യാവശ്യത്തിൽ അധികം നല്ല ബൂട്ട് സ്പേസ് ഉള്ള ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 3,90,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് ഒരു 3.5 ലക്ഷം വരെയെങ്കിൽ ഒരു 3,25 വരെ നമുക്ക് എന്തായാലും ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു ക്യൂട്ടായിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണിത്. ഇനി നേരെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഒരു മാരുതിയുടെ സെഡാൻ സെഗ്മെന്റ് വാഹനം കിടക്കുന്നുണ്ട്. 2019 മോഡലിൽ നിൽക്കുന്ന മാരുതിയുടെ സിയാസ് എന്ന പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന സെഡാൻ സെഗ്മെന്റ് നിൽക്കുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ 1,00,000 കിലോമീറ്റർ ഓടിയിലേക്ക് 41 ആലുവ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഡെൽറ്റ എന്ന വേരിൽ നിൽക്കുന്ന വാഹനം. ഡെൽറ്റ എന്ന വേരിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രൊജക്ട് ഹെഡ് ലാമ്പ്, ഫോഗ് ലാംപ്സ്, അതേപോലെ ഹലോയ് വീൽസ്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, സെൻട്രൽ ലോക്കിംഗ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, ഓട്ടോ ക്ലൈമറ്റ്, AC തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഫീച്ചേഴ്സാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. 1.2 പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് പക്ഷേ 14-15 വരെ നമുക്ക് പെട്രോൾ മൈലേജും പ്രതീക്ഷിക്കാവുന്ന നല്ല യാത്രാ കംഫർട്ടുള്ള നല്ല ഇൻറ്റീരിയർ സ്പേസ് ഉള്ള നല്ല സീറ്റോറും കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള, പിന്നെ അതേപോലെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം. ഈ ഒരു വാഹനം സ്വന്തമാക്കാം 6,70,000 രൂപയ്ക്ക് 0 ഡൗൺ പേയ്മെൻറ്റോട് കൂടി 2019 മോഡലിൽ നിൽക്കുന്ന വാഹനമാണ്. ന്യൂ ഷേപ്പിൽ നിൽക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള സിയാസിൽ വരുന്ന ഗ്രിൽ പാറ്റേണും കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ 2 സെഡാൻ സെഗ്മെന്റിൽ നിൽക്കുന്ന പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള അത്യാവശ്യം മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ള ബേസിക്കലി ആവറേജ് മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു 2 കിടിലൻ വാഹനങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസും മറ്റും ബുക്കിങ്ങിനും ആവശ്യം വേണ്ടി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് വെള്ളാട്ടുപുറമാണ് ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ, പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.